ഓം ശൈവദർശനം ഭാഗം 12. ശിവസ്വരൂപരായ ആത്മഭാവങ്ങളെ വന്ദേ മാതരം. ശിവപരമാത്മാവിനെ കുറിച്ചാണ് നമ്മൾ മനനം ചെയ്തു വരുന്നത്. ബ്രഹ്മാവ് ഒരിക്കൽ തൻ്റെ സന്ധ്യ എന്ന മകളുമായി സംഘം ആഗ്രഹിച്ചു. മാൻപേടയുടെ രൂപം പ്രാപിച്ചു സന്ധ്യ ഓടിപ്പോയി. ബ്രഹ്മാവും മാൻ രൂപത്തിൽ പിന്തുടർന്നു. ഇത് കണ്ട ശിവപരമാത്മാവും അസ്ത്രമയച്ചു ആൺമാനിൻ്റെ ശിരസ് ഛേദിച്ചു. ബ്രഹ്മാവ് തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് മാപ്പ് പറഞ്ഞു. സർവാപരാധങ്ങളും ക്ഷമിക്കാൻ അപേക്ഷിച്ചു. ശിവന്റെ അമ്പ് ആർദ്ര എന്ന പേരിൽ അറിയപ്പെടുന്നു. അതാണ് തിരുവാതിര നക്ഷത്രമായി മാറിയത്. മാനിൻ്റെ ശിരസ് മകൈരം ആയി മാറുന്നു. മൃഗശിരസ് മകൈരം ആയി മാറുന്നു. ഇതൊക്കെ ശിവ ചരിത്രത്തിൽ, ഇതിഹാസത്തിൽ, പുരാണത്തിൽ വരുന്ന ആശയങ്ങളാണ്. കാമാഗ്നിയുടെ മൂലസ്ഥാനം മണിപൂരകമാണ്. ശിവചൈതന്യമാണ് പ്രജ്ഞ. നാദബിന്ദുവായി തീർന്നത് ശിവനാണ്. ഇവിടേക്ക് ഒട്ടനവധി മനഃശാസ്ത്ര രഹസ്യം അടങ്ങിയിരിക്കുന്നു. പ്രായപൂർത്തിയായ മകളോടൊപ്പം ആരോഗ്യമുള്ള പിതാവ് ഏകാന്തതയിൽ കഴിയാൻ പാടില്ല എന്ന മനഃശാസ്ത്രം. മനുഷ്യൻ്റെ ഗതി, മനസ്സിൻ്റെ ഗതി അറിയാൻ വളരെ വിഷമമാണ്. ഇത്തരം മനോവൈജ്ഞാനികമായ ആശയങ്ങൾ ഈ സന്ദർഭത്തിൽ അടങ്ങിയിരിക്കുന്നു. ശിവന്റെ കൈവശം അസ്ഥിയും കപാലവും ഉണ്ട്. എല്ലും കപാലവും എന്നർത്ഥം. അത് ജീവന്മാരുടെ രൂപസാദൃശ്യങ്ങളുടെയും അറിവിനെയും കുറിക്കുന്നു. ശിവൻ പ്രളയം, യുഗാന്തം, ആരംഭ അവസാന കാലത്തെ സൂചിപ്പിക്കുന്നു. അതായത് സൃഷ്ടി തുടങ്ങുമ്പോൾ പഴയ സൃഷ്ടികളുടെയും അറിവിൻ്റെയും ബോധം മായാതിരിക്കുക. അതിനുവേണ്ടി നന്ദീശൻ എല്ലും കപാലവും എന്തി നടക്കുന്നു. ശ്രദ്ധിച്ച് കേട്ട് ആശയം മനസ്സിലാക്കിയാലും ദിവ്യത്വമുള്ള ശ്രവണ ഭക്തർ. ശിവന്റെ പരമമായ സത്യത്തിൻ്റെ, ചൈതന്യത്തിൻ്റെ അടിമുടി കാണാൻ ബ്രഹ്മാവും വിഷ്ണുവും ആഗ്രഹിക്കുന്നു.
ജ്യോതിർലിംഗം. ലിംഗോദ്ഭവം, അതിൻ്റെ സന്ദർഭം ഇവിടെ സൂചിപ്പിക്കുകയാണ്. നാൻമുഖനും വിഷ്ണുവും ജ്യോതിർലിംഗത്തിൻ്റെ മുടിയും അടിയും കാണാൻ പുറപ്പെടുന്നു. അവിടെ മുകളിലേക്ക് പോയ ബ്രഹ്മാവ് മുടി കാണാതെ തിരിച്ചു വരാൻ ഭാവിക്കുമ്പോഴാണ് കേതകി കുസുമം താഴോട്ട് വരുന്നു. ആ ജ്യോതിർലിംഗത്തിൻ്റെ മുടി കണ്ടിട്ട് വരികയാണെന്ന് പറഞ്ഞു, കളവ് പറഞ്ഞു. ആ കളവാണെന്ന് ബോധ്യമായിട്ടും ആ കളവിനോട് കൂട്ടുനിന്നു ബ്രഹ്മാവും. അതുകൊണ്ട് ശിവൻ്റെ അണിവിരൽ കൊണ്ട് ബ്രഹ്മാവിൻ്റെ 4ാമത്തെ ശിരസ്സ് നുള്ളിയെടുത്ത് കളഞ്ഞു. ആ കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പരമാത്മാവിനെ ആരും അളന്ന് തിട്ടപ്പെടുത്തുന്നില്ല. വിശ്വമൂർത്തിയായി കാണുന്നതൊക്കെ വെറും കാൽഭാഗം പരമാത്മാവിൻ്റെ. പാദോസ്യ വിശ്വഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി എന്ന് പുരുഷ സൂക്തത്തിൽ ഇത് സൂചിപ്പിക്കുന്നു. കൈതപ്പൂവ് ബ്രഹ്മാവിനോട് കളവ് പറഞ്ഞു. ബ്രഹ്മാവ് അത് വിശ്വസിച്ചു. താൻ ചെയ്തു പോയ ആ തെറ്റിൻ്റെ പരിണാമം എന്ന നിലയിലാണ് ശിവപരമാത്മാവ് ജ്യോതിർലിംഗ രൂപത്തിലുള്ള ശിവപരമാത്മാവ് അണിവിരൽ കൊണ്ട് ബ്രഹ്മാവിൻ്റെ 4ാമത്തെ ശിരസ് നുള്ളി എടുത്തു കളഞ്ഞതെന്നർത്ഥം. ബ്രഹ്മാവ് ശപിച്ചു, ശിവപരമാത്മാവേ, നീ കപാലധാരിയായിട്ട് നടക്കുക. ശിവനെ ബ്രഹ്മാവ് ശപിച്ചു. ഇവിടെ ഒരു ശാസ്ത്രം, ഹസ്തരേഖാശാസ്ത്രം സൂചിപ്പിക്കുന്നുണ്ട്. അനാമിക കൊണ്ട് ശിരസ് നുള്ളിയെടുത്തു. മോതിരവിരലാണ് അനാമിക. ബ്രഹ്മസത്യം, ആ പാപം, ബ്രഹ്മഹത്യാപാപം ശിവന് കിട്ടി. അതുകൊണ്ട് ആ വിരലിൻ്റെ പേര് പറയുന്നില്ല, പകരം ആ വിരലിൽ സ്വർണ്ണ അങ്കുലിയും ഇട്ടു, പവിത്രമാക്കി അനാമികയെ. മോതിരവിരൽ എന്ന് പറയും. സാമുദ്രിക ലക്ഷണമനുസരിച്ച് അനാമികയിൽ നിന്ന് ഒരു രേഖ ചെറുവിരലിനെ പ്രാപിക്കുന്നു എങ്കിൽ അവൻ മഹാധനാഢ്യനായിട്ട് മാറും. എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത് ശിവനാണ്. ബ്രഹ്മം അനന്തരൂപമാണ്. തുടക്കവും ഒടുക്കവും അറിയാൻ കഴിയില്ല. സ്വാധിഷ്ഠാന ചക്രത്തിൽ ബ്രഹ്മാവ്, മണിപൂരകത്തിൽ ഹരി, ശിരസിൽ ബുദ്ധി.
പരാശക്തി തിരോധന ശക്തിയാണ്. അത് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും അഥവാ കർമ്മശക്തിയുമാണ്. കർത്തൃത്വ സാക്ഷാത്കാരം ആ പരാശക്തിയിൽ നിന്ന് ഉണ്ടാകുന്നു. പരാശക്തിയും ശിവസാക്ഷാത്കാരവും ബ്രഹ്മാവിന് സൃഷ്ടിശക്തി നൽകിയത് ശിവനാണ്. ത്രംബകൻ രുദ്രനാണ്. ശിവാംശത്തിൽ നിന്നും ഏകാദശ രുദ്രന്മാരുണ്ടായി. 11 രുദ്രന്മാർ, അതായത് അഹിർ, സുധന്യൻ, സുരേശ്വരൻ, ജയന്തൻ, ബഹുരൂപൻ, അപരാജിതൻ, സാവിത്രൻ, ത്രംബകൻ, ഇങ്ങനെ ഭാഗവതത്തിൽ ഇതെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. ഏകാദശ രുദ്രന്മാരുണ്ടെന്ന് ചുരുക്കം. ഓരോ രുദ്രനും ഓരോരോ നിർവഹണമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്, നൽകിയിരിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ ബ്രഹ്മസ്ഥലിയിൽ നിന്നുണ്ടായ രുദ്രൻ്റെ ആജ്ഞ അനുസരിച്ച് ബ്രഹ്മാവ് ലോകജീവന്മാരെ ലിംഗഭേദം ചെയ്തു, സൃഷ്ടിച്ചു. രുദ്രശക്തി മേലോട്ട് പൊങ്ങാതെ താഴേക്ക് പതിച്ചു. അതായത് ബ്രഹ്മാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് സൃഷ്ടിശക്തി ബ്രഹ്മാവിന് ലഭിച്ചു എന്നൊക്കെ കഥകൾ പോകുന്നു. പരമമായ സത്യസ്വരൂപമായ ശിവപരമാത്മാവ് സർവസൃഷ്ടികർത്താവാണ്. ആദി അന്തമില്ലാത്ത അഖണ്ഡ ബ്രഹ്മബോധമാണ് ശിവൻ. പ്രജ്ഞയാണ് ശിവൻ. പരമാത്മാവാണ് ശിവൻ. പരാപരം പരമാത്മാവ് പരാപര ശിവശക്തിയാണ്. പരം ജീവാത്മാവും. അതുപോലെ അപര അത് മായയാണ്. അന്നത്തിൽ നിന്നും പ്രാണനുണ്ടാകുന്നു. ക്രമേണ അത് ജീവജാലങ്ങളിലെല്ലാം വ്യാപിച്ചു നിൽക്കുന്നു. ഭുവനം 14. അതലം, വിതലം, നിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം ഇവ 7 താഴെയും ഭൂലോകം, ഭൂർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം ഇവ 7 മുകളിലേക്കും വിരാട് പുരുഷന്റെ അംഗങ്ങളായിട്ട് ശോഭിക്കുന്നു. ആത്മഭാവങ്ങളെ ഭും ഇഷ, ഭും എന്ന നാമ ബ്രഹ്മമായി ഓങ്കാരവും ശിവശക്തിയിൽ നിന്നാണ് സൃഷ്ടിക്ക് മുൻപ് ഉണ്ടായത്. അതുപോലെ ശിവനാണ്
സകലതുമായി ഭവിച്ചിരിക്കുന്നത്. അറിവാകുന്ന ചൈതന്യം ശിവൻ തന്നെയാണ്. ശിവൻ പുരുഷനാണ്, ശക്തി മായയാണ്. ശിവനും ശക്തിയും എപ്പോഴും ഒന്നിച്ചാണ് കഴിയുന്നത്. ആ ശക്തി ആത്മാവിനെ മറയ്ക്കുന്നു. അജ്ഞാനം, മായ, മൂലപ്രകൃതി എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. പുരുഷ ചൈതന്യം ബ്രഹ്മം ആണ്. തസ്മാത് വാ ഏതത്, അതിൽ നിന്നാണ് ഇവ സംജാതമായത്. ആകാശം സംഭൂതമായി. ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാപഃ, അഭ്യഃ പൃഥിവി, പൃഥിവ്യാ ഓഷധയഃ, ഓഷധീഭ്യോ അന്നം, അന്നാത് പുരുഷഃ എന്ന് തൈത്തിരീയ ഉപനിഷത്തിലും സൃഷ്ടിയുടെ വികാസകർമ്മ സൂചിപ്പിച്ചിരിക്കുന്നു. ശരീരം അഥവാ ഭൂമി ബ്രഹ്മത്തിൻ്റെ അപരാപ്രകൃതിയും, ശിവം അഥവാ ജീവൻ ബ്രഹ്മത്തിൻ്റെ പരാപ്രകൃതിയുമാണ്. ആത്മഭാവങ്ങളെ ഇന്നത്തെ സത്സംഗം ഇവിടെ ഉപസംഹരിക്കാം. തുടർന്ന് അടുത്തത് ശ്രദ്ധിക്കാവുന്നതാണ്. സ്വസ്തിയസ്തു, ശുഭമസ്തു, സന്തു മംഗളസദാനി. എല്ലാവർക്കും ശിവം മംഗളം സംജാതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വസ്തിയസ്തു, ശുഭമസ്തു, സന്തു മംഗളസദാനി.